നമസ്കാരം. റഷ്യയിൽ നിന്നും ഇന്ത്യ വ്യാപകമായി അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ വിരോധത്തിന് പ്രധാന കാരണം. അതിൻ്റെ പേരിൽ ആണ് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തുകയും ചെയ്തത്. ചൈനയോടും ട്രംപിന്റെ സമീപനം ഇതേ നിലയിൽ തന്നെയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളോടും ട്രംപ് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ കണക്കുകൾ പ്രകാരം റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം അസംസ്കൃത എണ്ണ വാങ്ങുന്ന ഏഷ്യൻ രാജ്യം ഇന്ത്യയാണോ? ഗാർഡിയൻ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം, അതായത് 2025 ആദ്യ പകുതിയിൽ $1.3 ബില്യൺ നാഫ്ത ഇന്ധനമാണ് തായ്വാൻ റഷ്യയിൽ നിന്നും ഇറക്കുമതി നടത്തിയിട്ടുള്ളത്. 2022 വർഷത്തെ ശരാശരി ഇറക്കുമതിയുടെ ഇരട്ടിയാണ് 2025 ഓരോ മാസവും തായ്വാൻ നടത്തിയിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുകയാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനം. അപ്പോൾ പിന്നെ ആ യുദ്ധത്തിന് ഏറ്റവും അധികം ഇന്ധനം നൽകുന്നത് തായ്വാൻ അല്ലേ എന്നതാണ് പ്രധാന ചോദ്യം. അങ്ങനെയുള്ള തായ്വാനോട് എന്തുകൊണ്ടാണ് അമേരിക്ക മൃദു സമീപനം തുടരുന്നത്? 2023 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയാണ് തായ്വാൻ ചെയ്തിട്ടുള്ളത്. അതേസമയം യുദ്ധത്തിൽ യുക്രൈന് പിന്തുണ നൽകുന്ന രാജ്യം കൂടിയാണ് തായ്വാൻ എന്നത് വിരോധാഭാസവുമാണ്. റഷ്യൻ ക്രൂഡ് ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് പിഴത്തീരുവ ചുമത്തിയതുപോലെ തായ്വാന് താരിഫ് ചുമത്താൻ ട്രംപ് തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ തയ്യാറാകില്ല എന്ന് തന്നെയാണ് മറുപടി നൽകേണ്ടി വരുന്നത്. തായ്വാനെ ലക്ഷ്യം വയ്ക്കുന്നത് ട്രംപിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായും സാമ്പത്തികമായും സങ്കീർണമായ നീക്കം ആകും എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഏഷ്യയിലെ US-ന്റെ തന്ത്രപ്രധാന പങ്കാളിത്തം ഉള്ള രാജ്യമാണ് തായ്വാൻ. ചൈനയുടെ നയതന്ത്രപരമായും സൈനികമായും ഉള്ള സമ്മർദ്ദം പ്രതിരോധിക്കുന്ന രാജ്യം കൂടിയാണ് തായ്വാൻ. അതുകൊണ്ട് തന്നെ തായ്വാനുമായി സൗഹൃദം തുടരേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അതിനാൽ തായ്വാൻ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ അളവ് എത്ര കണ്ട് ഉയർത്തിയാലും തായ്വാനെ തൊടാൻ അമേരിക്ക മടിക്കും എന്നു തന്നെയാണ് വിലയിരുത്തൽ. നിലവിൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം റഷ്യൻ ക്രൂഡ് ഓയിൽ പ്രൊഡക്ട്സ് വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് തായ്വാൻ എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നാഫ്ത എന്ന റഷ്യൻ പെട്രോളിയത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗം ആണ് തായ്വാൻ കൂടുതലായി ഇറക്കുമതി നടത്തുന്നത്. സെമി കണ്ടക്ടർ മേഖലയ്ക്ക് ആവശ്യമായ തരം ക്രൂഡ് ഓയിൽ ഇനം ആണ് ഇത്. അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള സഹകരണം തായ്വാൻ കൂടുതൽ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ എന്നതും വ്യക്തമാണ്. അതേസമയം വളങ്ങളും രാസവസ്തുക്കളും ഉൾപ്പെടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി വരുന്ന രാജ്യങ്ങളുമെല്ലാം റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇപ്പോൾ വാങ്ങുന്നുമുണ്ട്. ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ മാത്രമാണ് ട്രംപിന് പ്രശ്നം. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി അവസാനിപ്പിക്കണം, ക്രൂഡ് ഓയിൽ വാങ്ങരുത് എന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യ പക്ഷേ അത് മുഖവിലയ്ക്ക് എടുത്തില്ല. അത് തുടർന്നാൽ, ഇറക്കുമതി തുടർന്നാൽ ചുങ്കം ഏർപ്പെടുത്തും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പും ഇന്ത്യ തള്ളിക്കളഞ്ഞു. അതോടുകൂടിയാണ് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഡൊണാൾഡ് ട്രംപ് ചുമത്തിയിട്ടുള്ളത്. അധിക തീരുവ ഏർപ്പെടുത്തിയെങ്കിലും അത് പിൻവലിക്കണമെന്ന ആവശ്യവുമായി അമേരിക്കയ്ക്ക് പിന്നാലെ പോകാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇന്ത്യയോട് ഈ സമീപനം തുടരുമ്പോൾ ആണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പുമായി ബന്ധപ്പെട്ട ഈ കണക്ക് പുറത്തു വരുന്നത്. ആ ഇരട്ടത്താപ്പിനെ ഇന്ത്യ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക തന്നെയാണ്. അതിനിടയിൽ ഈ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാണിക്കാനും സാധിക്കും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, റഷ്യയിൽ നിന്ന് ഇനിയും അസംസ്കൃത എണ്ണ തായ്വാൻ അധികമായി ഇറക്കുമതി ചെയ്താലും അമേരിക്കയ്ക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കൂ. അതിനപ്പുറം തായ്വാനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും
അമേരിക്കയ്ക്കോ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോ സാധ്യമാകില്ല.